കുംഭമേള ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുള്ള മനുഷ്യർ ഒരിടത്ത് ഒത്തുചേരുന്ന ഒരു മഹാസംഗമം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തീർത്ഥാടന സംഗമം ഇത്തവണ 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് നടക്കുന്നത്. ഒരു മനുഷ്യായുസ്സിൽ ഒരു വട്ടമെങ്കിലും നാം അനുഭവിക്കേണ്ട ഒന്നാണ് കുംഭമേള. ഇപ്രാവശ്യത്തേത് പൂർണ്ണ കുംഭമേളയാണ്. കുംഭമേളയുടെ ഐതിഹ്യം അതിപ്രധാനമാണ്. ദേവാസുരന്മാർ അമരത്വത്തിനായി അമൃത് നേടിയെടുക്കാൻ പാലാഴി കടയുകയും അമൃതകുംഭം പൊങ്ങിവരികയും ചെയ്തു. അതിനുവേണ്ടി അവർ യുദ്ധം ചെയ്തു. അത് 12 ദിവസം വരെ നീണ്ടുനിന്നു. അമൃതകുംഭം അസുരന്മാരുടെ കൈവശം എത്താതിരിക്കാൻ ഗരുഡൻ അത് വഹിച്ച് അതുമായി പറന്നു നടന്നു. ക്ഷീണിക്കുന്ന സമയത്ത് വിശ്രമിക്കാൻ അമൃതകുംഭം സ്ഥാപിച്ച സ്ഥലങ്ങളാണ് 4 പ്രധാന തീർത്ഥങ്ങൾ. ഹരിദ്വാറിലെ ഹാർഗിപ്പൗണ്ടി, പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമം, ഉജ്ജയിനിയിലെ ക്ഷിപ്രനദി, നാസിക്കിലെ ഗോദാവരി എന്നിവയാണവ. തീർത്ഥങ്ങളിൽ അസുരന്മാർ പ്രവേശിക്കാൻ കഴിയുകയില്ല. കുംഭമേള സമയത്ത് ഈ തീർത്ഥങ്ങളിൽ കുംഭത്തിൽ നിന്ന് തെറിച്ചുവീണ അമൃതിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പ്രയാഗ്രാജ്, ഹരിദ്വാർ എന്നിവിടങ്ങളിൽ മാത്രമാണ് 6 വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേള നടക്കുന്നത്. വ്യാഴം ഒരു വട്ടം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 12 വർഷം. അതിന് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നു. അതായത് മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെ. 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് അതിവിശേഷം. 1936 അവസാനമായി ഇത് നടന്നത്. ഇനി നടക്കാൻ പോകുന്നതോ 2080-ലും. കുംഭമേളയിലെ പ്രധാന ചടങ്ങ് ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗ്രാജിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരും വിശ്വാസികളും ഒത്തുചേരും. പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും മോക്ഷം നേടാനുമുള്ള അവസരമായാണ് മഹാകുംഭമേള കണക്കാക്കപ്പെടുന്നത്. ഷാഹി സ്നാൻ ആണ് മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങ്. സന്യാസിമാർ നദീതീരങ്ങളിലേക്ക് ആചാരപരമായ ഘോഷയാത്ര നടത്തി സ്നാനം നിർവഹിക്കുന്നു. കുംഭമേള സമയത്ത് ഹിമാലയ ഗുഹകളിൽ നിന്ന് താപസശ്രേഷ്ഠർ ഗംഗാസ്നാനത്തിനായി എത്തിച്ചേരും. മിക്കവരും ദിഗംബരന്മാരായിരിക്കും. ജനങ്ങളുമായി അകലം പാലിക്കുന്ന നാഗസന്യാസിമാർ, അഘോരികൾ എന്നിവരും സ്നാനത്തിന് വരുന്നു. നാഗസന്യാസിമാർ ഹിമാലയ സാനുക്കളിലെ കൊടും തണുപ്പിൽ തപസ് ചെയ്യുന്നവരാണ് ഇവർ. തപസ്സും കഠിന ജീവിതവും ശീലമാക്കിയവർ. സ്വന്തബന്ധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച ആളുകൾ. മരണാനന്തര ക്രിയകൾ വരെ പൂർത്തിയാക്കിയതിനു ശേഷം ആണ് നാഗസന്യാസിമാർ ആകുന്നത്. കഠിന സാധനമുറകളും അത്യപൂർവമായ പച്ചമരുന്നുകളെക്കുറിച്ചുള്ള അറിവും ഇവർക്കുണ്ട്. ക്രിയായോഗ സിദ്ധാന്തത്തിലെ 144 മുറകളും ഇവർക്ക് സ്വായത്തമാണ്. അസ്ത്രധാരികൾ, ശാസ്ത്രധാരികൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇവരെ. തപസ് ചെയ്യുമ്പോൾ വിവസ്ത്രരാകും എന്നതാണ് പ്രത്യേകത. ഗുപ്തകാശിക്കപ്പുറം വനമധ്യത്തിലെവിടെയോ അജ്ഞാതവാസം നയിക്കുന്നവരാണ് ഇവർ. ഇതിൽ തന്നെ വേറെയും സംഘങ്ങളുണ്ട്. അതാണ് ദിഗംബര സന്യാസി. ഭൗതിക ജീവിതം, അതായത് വീട്, കുടുംബം, ധനം, സുഖസൗകര്യങ്ങൾ എന്നിവയിൽ അനാസക്തിയുള്ളവർ. അടിമുടി ഭസ്മം പൂശുകയും എണ്ണാൻ പറ്റാത്തത്ര രുദ്രാക്ഷമണികളുടെ മാലയും നീണ്ട ജടയും ഇവരുടെ പ്രത്യേകതകളാണ്. കണ്ണുകൾക്ക് പ്രകൃതിയാലുള്ള 9 ഡൈമെൻഷനും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇവരുടെ കണ്ണുകൾ തീക്കുണ്ടമാതിരി ജ്വലിക്കും. ഒറ്റ നോട്ടം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും ഇവരെ. സാധാരണ ജനങ്ങളുമായി ഒട്ടും ഇടപഴകാൻ താല്പര്യം ഇവർക്കുണ്ടാവില്ല. പക്ഷേ വിസ്മയിപ്പിച്ചുകൊണ്ട് യഥാസമയം തന്നെ അവർ എല്ലാ കുംഭമേളകളിലും എത്തിച്ചേരും. ജനങ്ങൾ ഭക്തിയാദരങ്ങളോടെ ഒതുങ്ങി മാറി നിൽക്കും. കുംഭമേളയ്ക്ക് മാത്രമേ അവർ എത്താറുള്ളൂ. മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകമാണ് കുംഭമേള. പ്രത്യേക ജ്യോതിശാസ്ത്ര വിന്യാസങ്ങളാൽ നിർണയിക്കപ്പെടുന്ന മഹാകുംഭമേളയുടെ സമയമാണ് ഏറ്റവും പ്രധാനം. കുംഭമേള സമയത്ത് ആത്മീയ ഊർജവും ശുദ്ധീകരണവും വർദ്ധിപ്പിക്കാൻ സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവർ ഒരുമിച്ച് ചേരുമെന്നും മോക്ഷം നേടാൻ ഈ പ്രത്യേക ജ്യോതിഷ ക്രമീകരണം സഹായിക്കുമെന്നും പറയപ്പെടുന്നു.